കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയറാമിന് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമാണ് കേൾക്കുന്നത്. 2020 സിനിമയുമായി ബന്ധപ്പെട്ട് ജയറാം നടത്തിയ പരാമർശം ആണ് ഇതിന് കാരണവും. ജയറാമിന് പുറമേക്ക് സംസാരിക്കാൻ പോലെയല്ലെന്നും അവസരവാദികൾ വാദിക്കുന്നുണ്ട്. ചിലർ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ നടനെ വിമർശിക്കുന്നു. ജയറാം വളരെയധികം സ്വാർത്ഥനാണ്, താരമായപ്പോൾ അതുവരെയുള്ള ഒപ്പം നിന്നവരെ തഴഞ്ഞു എന്നിങ്ങനെ ചില വിമർശനങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത്രമാത്രം വിമർശനം ജയറാം കേൾക്കേണ്ടതുണ്ട് എന്ന ചോദ്യം വരുന്നുണ്ട്. രാജശേഖരൻ, ശാന്തവിള ദിനേശ്, പള്ളിശ്ശേരി തുടങ്ങിയവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ജയറാമിനെതിരെ തിരിഞ്ഞിരുന്നു. താരപദവിയിലേക്ക് ഉയർന്നപ്പോൾ ഒപ്പം നിന്നവരെ മറന്ന നടൻ ജയറാം മാത്രമാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയ താരങ്ങളെല്ലാം എപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്കൊപ്പം നിന്നവരെ ഓർക്കുന്നവരാണോ എന്ന ചോദ്യമുണ്ട്. സിനിമാ ലോകത്ത് സൗഹൃദങ്ങൾക്ക് സ്ഥിരമില്ല, ഹിറ്റ് കൂട്ടുകെട്ടുകൾ അവസാനിക്കുന്നത് പതിവാണ്. ജയറാമിനും രാജസേനനും മാത്രമല്ല ഇത് സംഭവിച്ചത്. ഒരു കാലത്ത് മോഹൻലാലും ശ്രീനിവാസനും തുടരെ ഒരുമിച്ച് സിനിമകൾ ചെയ്തിരുന്നു. പിന്നീട് ഇവരുടെ സിനിമകൾ വന്നില്ല, രണ്ടുപേരും രണ്ട് വഴിയിൽ നീങ്ങി. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ രാജസേനൻ ജയറാമിനോട് തന്നോട് നന്ദികേട് കാണിച്ചു എന്ന തരത്തിൽ നിരന്തരം സംസാരിക്കുന്നു. ജയറാം തൻ്റെ സിനിമകളുടെ കഥയിൽ ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് അകൽച്ച വന്നതെന്ന് രാജസേനൻ പറയുന്നു. എന്നാൽ ജയറാമിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അത് തെറ്റു പറയാൻ പറ്റില്ല. മധുചന്ദ്രലേഖയും കനകസിംഹാസനവും കഴിഞ്ഞ് അടുത്തതായി പ്ലാൻ ചെയ്ത സിനിമകളിൽ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇടപെടലുന്നത് കാരണമുണ്ടായ പ്രശ്നങ്ങളുണ്ടായി എന്നാണ് രാജസേനൻ പറയുന്നത്. കനകസിംഹാസനം പ്രേക്ഷകർ സ്വീകരിച്ച സിനിമയല്ല. ഇതിനുശേഷം രാജസേനൻ വലിയ ഹിറ്റുകളുമില്ല. രാജസേനോടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയറാമിൻ്റെ കരിയറിൽ സാരമായി ബാധിച്ചേനെ. ഒട്ടുമിക്ക താരങ്ങളും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാറ്. പഴയ കാലത്ത് തനിക്ക് ഹിറ്റുകൾ നൽകിയ സംവിധായകർക്കൊപ്പം മമ്മൂട്ടി പ്രവർത്തിക്കുന്നത് അപൂർവമായി മാത്രമാണ്. സ്വന്തം കരിയറിന് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നത് എന്താണ് തെറ്റെന്ന ചോദ്യം പ്രസക്തമാണ് ഇപ്പോൾ.